ശബരിമല യുവതീ പ്രവേശന ഹർജികൾ നാളെ സുപ്രീം കോടതിയിൽ. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. സത്യവാങ്മൂലം തിരുത്തണമെന്ന് NSS. വ്യക്തമായ നിലപാട് പറയാതെ CPM നേതൃത്വം. ഹർജി കോടതിയിൽ വരട്ടെയെന്ന് നിയമമന്ത്രി. കൊളംബോയിലേക്ക് കണ്ണ് നട്ട് ക്രിക്കറ്റ് ലോകം. ഇന്ത്യ-പാക് പോരാട്ടം രാത്രി 7-ന്. ആവേശത്തിൽ ആരാധകർ. മത്സരത്തിന് മഴ ഭീഷണി. കുഞ്ഞുമാലാഖയ്ക്ക് കണ്ണീരോടെ വിട നൽകി കേരളം. ആലിൻഷറിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം. ആലിൻ യാത്രയായത് 4 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകി. CPMുമായി ഇടഞ്ഞ നടൻ പ്രേംകുമാറിനെ കോൺഗ്രസിലെത്തിക്കാൻ തിരക്കിട്ട നീക്കം. കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന. നേതൃത്വം ചർച്ച നടത്തിയെന്ന വാർത്ത തള്ളി പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് മാറ്റിയ നടപടിയിൽ ഇരട്ട നീതിയെന്നും വിമർശനം. ഇതൊക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുറപ്പിച്ച് സണ്ണി ജോസഫ്. താൻ മത്സരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ്. മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതിലും തീരുമാനമായിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ. ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന് പിന്നാലെ ആൺ സുഹൃത്തും മരിച്ച നിലയിൽ. ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കാസർഗോഡ് ചൌക്കി സ്വദേശി സന്ദേശിനെ. മൊബൈൽ ഫോൺ നൽകാത്തതിന് പാലക്കാട് 10 വയസ്സുകാരൻ ജീവനൊടുക്കി. മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിക്കാരി ന്യൂസ് 18നോട്. സിസ്റ്റം അവൾക്കൊപ്പമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലെന്ന് ബോധ്യപ്പെട്ടു. പരാതിപ്പെടരുതെന്ന് പറഞ്ഞവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തത് തനിക്ക് ഇനിയും ഇവിടെ ജീവിക്കേണ്ടതുകൊണ്ടെന്നും ആശ ആച്ചി ജോസഫ്.